ശുഭനായരുള്ളവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സൺസ്ക്രീൻ ലോഷൻ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ സൺസ്ക്രീൻ ലോഷൻ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത്. സോറി കേട്ടോ, തുമ്മാൻ വന്നു. പിന്നെ നമുക്ക് ഇപ്പം മഴക്കാലമാണെങ്കിലും നമുക്ക് ചൂടുകാലമാണെങ്കിലും നമുക്കിപ്പോൾ നല്ല വെയിലല്ലേ. ഇപ്പം ദേ ഇവിടെ ഒരു 1:30 മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല സൂപ്പർ വെയിലാണ്. തുണിയൊക്കെ അങ്ങോട്ട് വെയിലത്തോട്ട് ഇട്ടാൽ മതി, ഉണങ്ങി കിട്ടും. അതുപോലത്തെ വെയിലാണ്. നമ്മൾ ഈ വെയിൽ കൊണ്ട് തന്നെയല്ലേ നടക്കുന്നത്. നമ്മൾ ഓയിലൊക്കെ തേച്ച് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആക്കി നല്ല കളർ വരുത്തിയൊക്കെ വെച്ചിരിക്കുവാണ്. പക്ഷേ നമ്മൾ ഈ ഉച്ച സമയത്ത് തുണി അയലിടാനോ തുണി എടുക്കാനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുറ്റത്തൂടെ നടക്കുകയോ ഒക്കെ ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലേക്ക് എൻ്റെ ടാൻ അടിച്ച് പെട്ടെന്ന് നമുക്ക് കരിവാളിപ്പ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുന്നവരാണ്. സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാത്തവർക്കായിട്ട് ഞാൻ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ഫേസിലും നമ്മുടെ കഴുത്തിലും നമ്മുടെ കയ്യിലും ഒക്കെ തേക്കാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ ലോഷൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മോയ്സ്ചറൈസർ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കാവുന്നതെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ അത് ഉണ്ടാക്കി ഇപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ശുഭയെ കാലയിലെ എന്താ വര പോലെ ആയിരുന്നു, ഡ്രൈനസ് ഉണ്ടായിരുന്നു, കാലിലെല്ലാം നല്ല രാത്രി കിടക്കാൻ നേരം അതിട്ടുകൊണ്ട് കിടക്കുക. എല്ലാവരും അത് വീഡിയോ പോയി നോക്കുക കേട്ടോ. പുറകോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ശുഭ നായർ വ്ളോഗ് എടുത്ത് വീഡിയോസ് എടുത്തിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അത് സോക്സും കൂടി ഇട്ടുകൊണ്ടങ്ങ് കിടക്കുക. അപ്പോൾ കാലിലെ വര പോലും ബാക്കിലെ പോയി, പിന്നെ കയ്യിലും ഒക്കെ അത് തേച്ചുകൊണ്ട് കിടക്കും, കഴുത്തിലും ഒക്കെ തേച്ചുകൊണ്ട് കിടക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഇപ്പം സൺസ്ക്രീൻ ലോഷൻ നമ്മുടെ ഫേസിന് സ്യൂട്ടാവുന്നതാണോ, നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അപാകതകൾ വരുമോ, ഇതൊക്കെ എനിക്കിപ്പോൾ അങ്കലാപ്പാകാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സൺസ്ക്രീൻ ലോഷൻ വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഇവിടെ മുഴുവൻ ഇങ്ങനെ ഒരു കറുത്ത ഡോട്ട് പോലെ പെട്ടെന്ന് വന്ന്, പിന്നെ എൻ്റെ ഓയിലൊക്കെ തേച്ച്, പിന്നെ ഇവിടെയൊക്കെ ഒരു മറുകാണ് കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു മറുക, അതല്ല ഇവിടെയായിട്ട് ഒരു 2-3 ആഞ്ഞു വരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് 1-2 ആഴ്ച ഞാൻ തേച്ച് കേട്ടോ. തേച്ചപ്പോൾ നല്ല ഒരു വൈറ്റ് കളറും എന്തോ ഒരു, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല, ഇതെന്തോ ഒരു ഭയങ്കര ഒരു വൈറ്റ് കാസ്റ്റ് അടങ്ങിയിട്ടുണ്ട്, എന്തോ ഒരു വല്ലാത്ത ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നൊക്കെ പറഞ്ഞു. അപ്പം പിള്ളേരാണേലും പറഞ്ഞു അമ്മേ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷേ രാവിലെ അത് ഭയങ്കര ചൂടുണ്ടാകുന്ന സമയം, അതായത് 2-3 മാസം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷേ എൻ്റെ മുഖത്ത് പെട്ടെന്ന് ആദ്യമേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നമാണോ, തൈറോയിഡിൻ്റെ പ്രശ്നമാണോ, ഇങ്ങനെയൊക്കെ ഞാൻ തൈറോയിഡ് പോയി ചെക്ക് ചെയ്തു, പിന്നെ ഹോർമോണൽ ഒന്ന് നോക്കി, ഇതൊക്കെ നോക്കി അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി ആ സൺസ്ക്രീൻ ലോഷൻ തേച്ചിട്ട് മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് മുതൽ പിന്നെ ഞാൻ സൺസ്ക്രീൻ ലോഷൻ ഇട്ടിട്ടില്ല കേട്ടോ. ഒരു കമ്പനിയെ ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രം വേണം നിങ്ങൾ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാനായിട്ട്. അവർ പറഞ്ഞു തരും നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ടാവുന്നത്, ആ ഒരു സൺസ്ക്രീൻ മാത്രമേ നിങ്ങളിനി യൂസ് ചെയ്യാവുള്ളൂ. ഞാൻ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് എപ്പോഴും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനടുത്ത് ഞാൻ എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുറച്ച് റോസ് വാട്ടർ എടുക്കണം കേട്ടോ. 1 സ്പൂൺ റോസ് വാട്ടർ എടുക്കുക, 1 സ്പൂൺ ഗ്ലിസറിൻ എടുക്കുക. ഗ്ലിസറിൻ എടുക്കുമ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ എടുക്കണം, അല്ലെങ്കിൽ ഗ്ലിസറിൻ വാങ്ങിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലിടാനായിട്ടുള്ള ഗ്ലിസറിനാണെന്ന് പറയണം. അതിനകത്തേക്ക് അലോവേര ജെല്ലാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ മുറ്റത്ത് ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അത് ഞാൻ നോക്കി കേട്ടോ. അതെടുത്ത് മിക്സിയിൽ അരച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. പക്ഷെ നമുക്ക് ഒറ്റ പ്രാവശ്യം എടുക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം. ബേബീസിനെയൊക്കെ യൂസ് ചെയ്യുന്ന, ന്യൂ ബോൺ ബേബീസിനെയൊക്കെ യൂസ് ചെയ്യുന്ന അലോവേര ജെല്ലുണ്ട്. അത് നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒരു 2-3 ആഴ്ചത്തേന് നമ്മുടെ ഫ്രീസറിൻ്റെ താഴത്തെ തട്ടിൽ വെക്കുവാണെങ്കിൽ നമുക്ക് എന്നും എടുത്ത് യൂസ് ചെയ്യാം. അലോവേര നല്ല സൂപ്പർ ഒരു സൺ പ്രൊട്ടക്ഷൻ അടങ്ങിയ ഒരു സാധനമാകട്ടോ അലോവേര.
അപ്പോൾ അലോവേരയും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിനെ നമ്മുടെ സൺ ടാനിൽ നിന്ന് നമുക്ക് നന്നായിട്ട് സംരക്ഷിക്കാം. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ അതാണ് തേക്കുന്നത്. നമുക്ക് കുറച്ചൊക്കെ ഒരു എന്താ പറയുന്ന ഒരു തൃപ്തി, അതായത് നമുക്കത് ഇണങ്ങും, അത് നമുക്ക് നല്ലൊരു സൺസ്ക്രീനാണ്. നമുക്ക് ഒത്തിരി സൂര്യാഘാതമൊക്കെ ഏറ്റാലും നമുക്ക് തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരിത് ആവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് ഫ്രഷ് അലോവേര എടുക്കുവാണ് ഇഷ്ടം. പക്ഷേ ബേബീസിനെയൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന അലോവേര ജെല്ല് നമുക്ക് വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഒരു സ്പൂൺ എല്ലാം അങ്ങനെ ഒരേ ഒരു റേഷ്യോയിലെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് നല്ലൊരു മിശ്രിതമായിട്ട് കിട്ടും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം മൂന്നിനെയും കൂടെ ഒന്നിച്ച് നന്നായിട്ട് ഇളക്കി ഒരേ ഒരു ഇതിലാക്കണം. എന്നിട്ട് അതിൻ്റെ കുറച്ചെടുത്ത് നല്ലപോലെ നമ്മുടെ മുഖത്തും നമ്മുടെ കയ്യിലും നമ്മുടെ എവിടെയൊക്കെയാണോ, ജെൻസിനെ യൂസ് ചെയ്യാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. ജെൻസ് സ്കൂട്ടറൊക്കെ ഓടിക്കും, ബൈക്കിലൊക്കെ പോകുന്നവരുടെയൊക്കെ കയ്യും മുഖത്തും കഴുത്തിലും ഒക്കെ നന്നായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം വരും കേട്ടോ. ഇപ്പോൾ ഈ മഴയുടെ ആരംഭമാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് തന്നെ ഇവിടെ മൂടി കേട്ടോ. പിന്നെ വേറൊരു കാര്യമേ, ഇന്ന് രാവിലെ ഞാൻ ഫോൺ നോക്കിയപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പെഡിക്യൂർ കാണിച്ചപ്പോഴാണോ കൈയുടെ കാണിച്ചപ്പോഴാണോ എന്നറിയില്ല, ഞാൻ ഡെഡ് സെൽസൊക്കെ പോകും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അത് മൃദുകോശം, അതായത് നമ്മൾ എന്താ പറയുന്നത്, ഡെഡ് സെൽ എന്ന് പറഞ്ഞാൽ മൃദുകോശം, അത് പറഞ്ഞതിൻ്റെ കൂടെ മൃദുകോശം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഷൈല എന്നാണ് തോന്നുന്നു അവരുടെ പേര്. അപ്പോൾ ആദ്യം ഞാൻ അതിന് റിപ്ലൈ കൊടുത്തപ്പോൾ അത് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. ചിലപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നാണോ അവർ തന്നെ ഡിലീറ്റ് ആക്കിയതാണോ ഒന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ആ കമൻറ്റ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ അഡ്രസ്സ് എഴുതിക്കൊണ്ടിരുന്ന ടൈമിൽ, നമ്മുടെ ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതിക്കൊണ്ടിരുന്ന ടൈമിൽ വീണ്ടും വന്നു, ഡെഡ് സെല്ലെന്ന് വെച്ചാൽ മൃതകോശം എന്നാണ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇത്രയും പല്ലിനിടയ്ക്ക് ഒരു നാക്കല്ലേ ഉള്ളൂ, ചിലപ്പോൾ ഒരു ഉളുക്ക് ആർക്കും പറ്റത്തില്ലേ, ഒന്ന് ക്ഷമിച്ചുകൂടെ. പിന്നെ ഞാൻ ഒരു 25 വർഷമായിട്ട് ബ്യൂട്ടി സംബന്ധമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ ഓരോ ക്ലാസ്സിന് പോകുന്ന ആളാണ്. പിന്നെ എഡ്യൂക്കേഷൻ 5ാം ക്ലാസ് തോറ്റ ആളല്ല ഞാൻ, BCom വരെ പഠിച്ച ആളാണ്. അപ്പം ഏത് തരത്തിൽ നോക്കിയാലും അത് ഒരു മൃദു കോശം അല്ല എന്നുള്ള കാര്യം സ്പഷ്ടമായിട്ടും അറിയാവുന്ന ആളാകട്ടോ. അപ്പോൾ നിങ്ങളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ റിപ്ലൈ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സിനോട്ട് മേളിലോട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കഴിവതും ലാളിത്യമായ മലയാള ഭാഷയിൽ ഉച്ചരിച്ച് നിങ്ങൾക്ക് എൻ്റെ ചാനൽ അവതരിപ്പിക്കുന്നതാണെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ മലയാളം പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാലും ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ വരത്തില്ലേ, അപ്പോൾ ഒന്ന് ക്ഷമി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും.